Tenden. Ah. Tindu. ഹലോ, അപ്പോൾ ദുബായിലെത്തിയിട്ടുള്ള ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് ഡേ കഴിഞ്ഞു കേട്ടോ, കാരണം അന്ന് ഫുൾ ക്ലീനിങ്ങും മുതുക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഇന്ന് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ സെക്കൻഡ് ഡേ രാവിലെ തന്നെ ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ന്യൂഡിൽസ് ആണ് ഉണ്ടാക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ വീട്ടിൽ സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ച് സെറ്റായി വരുന്നേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഐറ്റം ന്യൂഡിൽസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ന്യൂഡിൽസ് ആണ് ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ തനിക്കുട്ടിക്കും സിദ്ധുകുട്ടനൊക്കെ നൂഡിൽസൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ നൂഡിൽസ് ഉണ്ടാക്കി. ആ നൂഡിൽസിൻ്റെ ഒപ്പം 2 ബുൾസൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധുകുട്ടൻ ദേ മുട്ട കഴിക്കുന്നുണ്ട് കേട്ടോ, അവന് മുട്ട ഇഷ്ടമാണ്. അപ്പോൾ സിദ്ധുകുട്ടൻ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മുടിയില്ലേ ഈ ഭാഗം മാത്രം ഇങ്ങനെ എടുക്കുക. അങ്ങനെ നമ്മുടെ തനുവിന് ദേ നൂഡിൽസും മുട്ടയും കൊടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട്. സിദ്ധുകുട്ടൻ്റെ ഡ്രസ്സൊന്നും ഞാൻ മാറ്റിയിട്ടാണ്, കാരണം വൈറ്റ് ഡ്രസ്സിൽ നൂഡിൽസ് കഴിച്ച് വരുമ്പോഴേക്കും ഒരുവിധമാവും. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് അവന് മാറ്റി കൊടുത്തു. അപ്പോൾ പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഗ്ലാസ് ചായ വയ്ക്കുന്നുണ്ട് കേട്ടോ. എനിക്കങ്ങനെ ചായ കുടിക്കുന്ന ശീലമൊന്നുമില്ല, എന്നാലും രാവിലെ ആയപ്പോൾ ഒരു ചായ കുടിക്കാൻ തോന്നി. അങ്ങനെ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിദ്ധുകുട്ടനെ ദേ പാല് കൊടുക്കാണ് ഗായ്സ്, കുടിക്കുക. സൂപ്പർ, അടിപൊളി, സൂപ്പർ സൂപ്പർ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് 2 പേരും ഇവിടെ ബാൽക്കണിയിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം സ്ഥലമുണ്ട് കളിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ റൂം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഇനി റൂമിനൊന്ന് വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ റൂമൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ പുറത്തേക്ക് പോയേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സിദ്ധൂട്ടനും തനിക്കുട്ടിയൊക്കെ ഇവിടെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഏട്ടൻ പുറത്ത് പോയി വന്നപ്പോഴേക്കും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ മേടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരാണെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് ഇരുന്ന് തിന്നു, അല്ലെങ്കിൽ എൻ്റെ സിദ്ധുകുട്ടന് ഇത് എന്തിട്ടത്? മാമൻ കണ്ടറിഞ്ഞ് കൊറേ സാധനം മേടിച്ചോണ്ടല്ലോ. തനുവാ തനു അളിയൻ കുളിക്കാൻ കയറി. ഏത് സാധനം? എന്റെ അമ്മ, നിനക്ക് വേണം അത്, അല്ലെങ്കിൽ മാമപ്പന്നെ കടയിൽ കൊണ്ടു കൊടുക്കും. ക്രിസ്മസ് അപ്പൂപ്പ വന്ന പോലെ ഉണ്ടല്ലോ തന്നെയോ. അത് കൊറേ ഉണ്ടല്ലോ. എന്റെ അമ്മ, കൊറേ ഉണ്ടല്ലോ. പൊളിച്ചേരാട്ടാ. അങ്ങനെ ഉച്ച സമയം ആവാറായപ്പോഴേക്കും മാമൻ വന്നു. മാമൻ വന്നപ്പോൾ അതേ കുട്ടികൾക്ക് വേണ്ടി കുറേ സാധനങ്ങൾ കളിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയതും അവർ ഹാപ്പിയായി. അത് വെച്ചിട്ടുള്ള കളി അങ്ങോട്ട് തുടങ്ങിയിട്ടാണ്. അപ്പോൾ നമ്മൾ ബാൽക്കണിയിൽ വന്നിട്ട് ഈ ബബിൾ ഗൺ എടുത്തിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് ഒരു മോളെന്താ ഡെട്ടുകാറ് ഇടിച്ചാൽ വല്ല നാച്ചാവും. അങ്ങനെ ഉച്ചയായപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഫുഡൊക്കെ ഒന്ന് കഴിക്കാനായിട്ട്. റൂമിൽ കുക്ക് ചെയ്യാനായിട്ട് ഇനിയും 1-2 ദിവസം ടൈം എടുക്കും കേട്ടോ. സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റായി വരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ റൂമിനടുത്തുള്ള കടവത്തൂർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ വന്നു. അവിടെ ചിക്കൻ ബിരിയാണിയും വെജ് മീൽസൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നല്ല വാഴയിലുള്ള ഫുഡൊക്കെ ആയിരുന്നു.
അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് റൂമിനടുത്ത് തന്നെയുള്ള ആർച്ച് മാളിൽ വന്നേക്കാണ് കേട്ടോ. ഇവിടെ കിഡ്സിന് വേണ്ടിയിട്ട് ഇൻഡോർ പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ കുറച്ച് നേരം കുട്ടികൾ കളിക്കുമ്പോൾ അവർക്കൊരു ഹാപ്പിയൊക്കെ ആയിക്കോട്ടെ വിചാരിച്ചു. കാരണം എപ്പോഴും ഇങ്ങനെ റൂമിലിരിക്കുകയല്ലേ. അപ്പോൾ ഇങ്ങനെ കളിക്കാനായിട്ട് വന്നപ്പോഴേക്കും കിഡ്സിന് മാത്രമല്ല പേരൻസിനും അലൗഡ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട്. അപ്പോൾ ദേ ഏട്ടനും ഇതും കയറിയിട്ടുണ്ട്. രണ്ടുപേരും കൂടിയിട്ട് ഇതേ കുട്ടീസിനെയൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അയ്യോ ജില്ലേ blue nyamuk. Ayo. Mimia? ഞാൻ അങ്ങോട്ട് കൊണ്ട് അച്ഛക്ക് കാണിച്ചു കൊടുക്ക്. അച്ഛൻ അങ്ങനെ 1 hour ആയിരുന്നു നമുക്ക് അതിൻ്റെ ഉള്ളിൽ ടൈം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ തനുവിൻ്റെ കയ്യുമ്പോൾ ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ടൊരു കോഫി കുടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഒരു കോഫിയും ചെറിയൊരു സാൻഡ്വിച്ചും വാങ്ങി. പിന്നെ മിതു ഇതിൻ്റെ ഇടയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവന് എയർപോർട്ടിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ കോഫി സാൻഡ്വിച്ചൊക്കെ കഴിച്ചു. ഇനി വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് പോകാനാണ് അടുത്ത പ്ലാൻ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് അത്യാവശ്യത്തിന് വേണ്ട കുറച്ച് പച്ചക്കറികളും പിന്നെ അരി സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കാൻ വിചാരിച്ചു. എന്തായാലും 1-2 ദിവസത്തിനുള്ളിൽ കുക്കിംഗ് തുടങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ചെറുതായിട്ടൊന്ന് ലിസ്റ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി റൂമിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ റൂമിലെത്തിയപ്പോഴേക്കും ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.